ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും പാചകമായിട്ട് വന്നേക്കേണ്ട നമുക്കിന്നൊരു പിസ്സയുടെ വീഡിയോ ഉണ്ടല്ലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പിസ്സയുടെ വീഡിയോ കാണാം. അന്നേരം ഇപ്പോൾ ഓവനൊന്നും വേണ്ട, നമുക്ക് വീട്ടിലുണ്ടാകും. പാൻ വെച്ച് നമുക്കൊരു പിസ്സ ഉണ്ടാക്കാം. നമ്മളും കാത്തിരിക്കുക കേട്ടോ, പിസ്സ എപ്പോഴാണ് കിട്ടുന്നതെന്ന് വിചാരിച്ച്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വാ എല്ലാവരും എൻ്റെ കൂടെ. അന്നേരം നമുക്ക് പിസ്സയുടെ റെസിപ്പി കാണാം. ഞാനിപ്പോൾ ഈ ബൗളിന് ഒരു ബൗള് മൈദാമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചേർക്കാം ബൗളിലേക്ക് ഇട്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് മാത്രമേ ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. ഇതിനെ ഇനി നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കി എടുക്കാം. ഇത് കുഴച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മേളിൽ ലാസ്റ്റ് നമുക്ക് ഒരു തുള്ളി എണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തേ ഇങ്ങനെ പൊത്തിയാൻ വെച്ചേക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞിടത്തേക്ക് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസുകളുണ്ട് കേട്ടോ. ഇതിനകത്ത് എല്ലൊന്നുമില്ല, മാംസം മാത്രമേ ഉള്ളൂ. അതിന് നല്ല ചിക്കൻ്റെ ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് കൊച്ചു പീസുകളാണ്, അല്ല കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. ഇപ്പം നല്ല എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മുരിഞ്ഞ് നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചിക്കനായിട്ട് ഫുള്ള് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ മാവ് ദാണ്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ച് റെഡിയാക്കാം. ആ മാവ് വീണ്ടും നമ്മളൊന്നും കൂടി നന്നായി രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുക്കണം. അതിലേക്ക് അല്പം നെയ്യാണ് ഞാൻ തേച്ചേക്കുന്നത് കേട്ടോ. അല്പം നെയ്യ് തേച്ച് കൊടുക്കണം. ഇതിലേക്ക് വയ്ക്കണം. നമ്മൾ ഇതേപോലെ പരത്തി വെച്ച് ഇതിനകത്ത് നമ്മളൊരു കോർക്ക് എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഹോളുകൾ ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വേവുമ്പോഴത്തേക്ക് പൊങ്ങി വരില്ലേ. അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ
ഈ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് പിസ്സയുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ ചേർക്കണം. നമ്മളിതിനകത്ത് ചേർക്കുന്നത് ക്യാപ്സിക്കം സവാളയാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം, ഇത് കുറച്ച് സവാള ചേർത്ത്, അതിനുശേഷം ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത്, പിന്നെ നമ്മൾ ചെറുതായിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസുകളില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ 25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിരിക്കും. നമുക്ക് നോക്കാം. പഴയ പാൻ ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ ഒരു 10 മിനിറ്റ് മുമ്പേ ചൂടാക്കാനായിട്ട് വെച്ചേട്ടോ. ഇപ്പം നല്ല ചൂടായി കിടക്കുക കേട്ടോ, നല്ല ചൂടായി കിടക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. അവിടെ ഇരുന്ന് ഇത് വേവട്ടെ. ഇതിപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ പിസ്സ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്കൊന്ന് ഒരു കോർക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. കണ്ട, ഓക്കെ, നമ്മൾ പിസ്സ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് കഴിച്ചു നോക്കാം. നമ്മളുടെ കഴിച്ചു നോക്കട്ടെ. ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. 2 പേരപ്പുറം ഇപ്പുണ്ട് കേട്ടാ. നീ വന്നേ, വാ. നേരത്തെ വിളിച്ചു വരാം, 2 പേരും വരുന്നില്ല. ഇങ്ങോട്ട് വാ, എങ്ങനെയുണ്ട്? കൊള്ളാം. കഴിച്ചോട്ടെ. കൊള്ളാവാ? വാ, എന്നാ വത്തം വായി വെച്ചോ. ഇങ്ങനെയുണ്ട്? ഇവിടെ വന്നെന്ന് പറ. കൊള്ളാം. വായി പറഞ്ഞെ. കൊള്ളാവാ? സൂപ്പറാണോ? അവർക്ക് വീഡിയോയിൽ വരാൻ പാട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്ക് കേട്ടോ. സൂപ്പർ ടേസ്റ്റാ. നമുക്ക് ഇവർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയായിട്ട് വരാം കേട്ടോ. എന്നിട്ട് അടുത്ത പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. ഓക്കെ ബേബി, സീ യു. നോക്കട്ടെടാ, നിന്റെ മുഖം നോക്കട്ടെ. മേടിച്ചാണൊക്കെ അത്രയും ടേസ്റ്റാണ്. അത് അതിലും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇന്നാൾ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചായിരുന്നല്ലേ, കുക്കുച്ചേട്ടൻ മേടിച്ചെന്ന്. അതിലും ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? ക്യാമറ ഓഫ് ആക്കുന്ന നോക്കിയിരിക്കാം. ശരി, എന്നാൽ ഓക്കെ.